ഇന്നലെ മുതൽ വളരെ അസ്വസ്ഥതയുണ്ടാക്കിയ മുഖമാണ് അഡ്വക്കേറ്റ് ശ്യാമിലിയുടേത്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് 1.5 ദിവസമായിട്ടും ആ പ്രതിയെ തൊടാൻ പോലും പോലീസിന് സാധിച്ചില്ല എന്നുള്ളത് വലിയ അത്ഭുതമുണ്ടാക്കുന്നു. സംഘടനകൾ ഇന്നലെ നമുക്കറിയാം, ഒരു സംഘടന അപ്പോൾ എടുക്കേണ്ട ഒരു രീതി അല്ലെങ്കിൽ ഒരു ചെറിയ നടപടി എന്നപോലെ ഒരു പ്രസ് മീറ്റിൽ നടപടിയെടുത്തു എന്ന് പറയുക മാത്രം ചെയ്തു. അതിനപ്പുറത്തേക്ക് ബാർ കൗൺസിൽ എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ ധാരണയുമായിട്ടില്ല. എന്ത് തന്നെ ആയാലും ആ സമയത്ത് പോലീസ് അവിടെ ഉണ്ടായിട്ട് പോലും ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ നിയമപരമായി കൊണ്ടുപോകാനോ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അഭിഭാഷകയ്ക്കൊപ്പം നിൽക്കാതെ ക്രിമിനലായ അഭിഭാഷകനൊപ്പം നിന്ന പോലീസും നമുക്ക് മുന്നിലുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ കാണാമറയത്ത് ഒളിവിലൊക്കെ ഇരിക്കാൻ സാധിക്കുന്നു ഇത്ര ക്രൂരമായി ആ പെൺകുട്ടിയോട് ചെയ്തിട്ട് പോയ ഒരാൾക്ക് എന്നുള്ളത് വലിയ അത്ഭുതമുണ്ടാക്കുന്നു, വലിയ പേടി കൂടി ഉണ്ടാക്കുന്ന സംഭവമാണ്. അജിം സർ, ഇത്ര സമയമായി ഒരാൾക്ക് ഒളിച്ചിരിക്കാൻ നമുക്കറിയാം. ഇപ്പം പ്രത്യേകിച്ച് വഞ്ചിയൂരിലെ അഭിഭാഷകരെ നമുക്ക് പല സംഭവങ്ങളിലൂടെ നേരത്തെ തന്നെ അറിയാം. എന്നിരുന്നാൽ പോലും ഇതിപ്പോൾ നേരത്തെ മറ്റൊരു ഇൻഡസ്ട്രിയിലെ സംഘടന പറഞ്ഞതുപോലെ ഇരയ്ക്കൊപ്പം ആണ് എന്ന് ഇന്നലെ മുതൽ അവർ പറയുന്നുണ്ട്. പക്ഷേ വേട്ടക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുന്ന രീതിയാണോ തുടരുന്നത്? അല്ല, ഇന്നലെ ആ ദൃശ്യങ്ങൾ വളരെ ധന്യ പറഞ്ഞതുപോലെ വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു ദൃശ്യമാണ്. കാരണം ഒരാളെ തല്ലുക എന്ന് മാത്രമല്ല, മുറിവേൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ ചെയ്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ മുഖത്ത് അതിൽ ആ പെൺകുട്ടി, ആ യുവതി പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അവരെ കൈകൊണ്ട് തല്ലുക മാത്രമല്ല, മോപ്സ്റ്റിക്കൊക്കെ വെച്ച് തല്ലിയെന്നാണ് പറയുന്നത്. അത് വളരെ ക്രൂരമായ, അത് ഒരാളുടെ ദേഷ്യത്തിൽ അബദ്ധത്തിൽ അടിച്ചു പോകുന്നതോ അല്ലെങ്കിൽ ഒരു വൈരാഗ്യത്തിൻ്റെ പുറത്ത് അടിക്കുന്ന പോലെയല്ല. ഇതൊരു തരം മുറിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോട് തന്നെ ചെയ്തൊരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അത് ഇന്നലെ ആ യുവതി വന്ന് മാധ്യമങ്ങളോട് ആ കാര്യം പറയുന്നു. ആശുപത്രിയിൽ ചികിത്സ എടുത്തുമ്പോഴാണ് പോലീസ് കേസെടുക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു അഭിഭാഷകനാണ്. അപ്പോൾ അഭിഭാഷകർക്ക് എന്തെങ്കിലും പ്രത്യേക പ്രിവിലേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രിവിലേജ് ഒന്നുമില്ല. പക്ഷേ ഇന്നലെ അദ്ദേഹത്തെ ഓഫീസിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി പോലീസ് കേസെടുത്തതിന് ശേഷം ചെല്ലുമ്പോൾ ബാർ അസോസിയേഷൻ്റെ സെക്രട്ടറി അത് തടഞ്ഞു എന്നാണ് പറഞ്ഞത്. പോലീസിനെ തടഞ്ഞു, ഓഫീസിൽ നിന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ യുവതി മാധ്യമങ്ങളോട് പറഞ്ഞത്. അങ്ങനെ ഒരു കുറ്റകൃത്യത്തിൽ പ്രതിയായ ഒരു അഭിഭാഷകനെ കസ്റ്റഡിയിലെടുക്കാൻ, അയാളുടെ ഓഫീസിൽ നിന്നോ വീട്ടിൽ നിന്നോ കസ്റ്റഡി എടുക്കാൻ പോലീസിന് അധികാരമുണ്ട്. പക്ഷേ ഇത് തടയാൻ ഇവർക്ക് എന്താണ് അധികാരം എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതായത് അവരുടെ സംഘടനയുടെയോ സംഘടിത ശക്തി ഉപയോഗിച്ചിട്ട് പോലീസിൻ്റെ നിയമ നടപടിയെ തടയാൻ വേണ്ടിയാണ് അവർ നോക്കിയത്. ഒന്ന്. രണ്ടാമത്, ഇന്ന് ആ യുവതി തന്നെ വീണ്ടും വരുന്നു, ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി വരും, മാധ്യമങ്ങളുടെ മുമ്പിൽ എന്ന് പറയുമ്പോൾ അവരുടെ ടെസ്റ്റിമോണിയിൽ ചില പ്രശ്നങ്ങളുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അവർ പറയുന്നൊരു കാര്യം, എന്നെ മുമ്പും തല്ലിയിട്ടുണ്ട്, ഞാൻ ഗർഭിണിയായിരുന്ന വരെ തല്ലിയിട്ടുണ്ട്. ഈ തല്ലിയത് എന്നോടുള്ള വൈരാഗ്യത്തിലല്ല, വേറെ ഒരു സ്റ്റാഫുമായിട്ടുള്ള പ്രശ്നത്തിലാണ് എന്നെ തല്ലിയതെന്ന് പറയുന്നു. സാറ് ഭയങ്കര ദേഷ്യക്കാരനാണ്, ഇങ്ങനെ തല്ലുന്നു. അദ്ദേഹം ജയിലിൽ പോകണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിനെതിരെ ബാർ കൗൺസിലും ബാർ അസോസിയേഷനിലും പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറയും. ആ ടെസ്റ്റിമോണി കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക, ഈ തല്ലിയ ആളും തല്ലുകൊണ്ടയാളും ഒരു സൗഹൃദം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരടുപ്പമുള്ള രണ്ടുപേർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ എന്നെ തല്ലിപ്പോയി, അതിൻ്റെ പേരിൽ അത് അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് നമുക്കത് കേൾക്കുമ്പോൾ തോന്നുക. പക്ഷേ പോലീസ് പെരുമാറിയ രീതിയിലാണ് എനിക്ക് പ്രശ്നമായിട്ട് തോന്നുന്നത്. കാരണം ഇത് ഒരാളെ മുഖത്തടിച്ച് മുറിവേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടാത്ത കുറ്റമാണ്. ജാമ്യം കിട്ടാത്ത ഒന്നിലധികം കുറ്റങ്ങൾ നമുക്കതിൽ ചാർജ് ചെയ്യാൻ കഴിയും. ഇതൊരാളെ കായികമായി ഉപദ്രവിക്കുക എന്ന് മാത്രമല്ല, ഒരു സ്ത്രീയുടെ മൊഡസ്റ്റിയെ മോശം വാക്കുകൾ ഉപയോഗിച്ചു, അത് വേറെ ആരും കേട്ടാൽ അതല്ല പ്രശ്നം. ഇപ്പോൾ ഒരു വർക്ക് പ്ലേസിൽ വെച്ചിട്ട് ഒരു സ്ത്രീയെ അവരുടെ ബോസ് കായികമായി ഉപദ്രവിക്കുക, മുറിവേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ കേവലമായൊരു ഫിസിക്കൽ അസോൾട്ട് മാത്രമല്ല, അതിൽ ആ സ്ത്രീയുടെ മൊഡസ്റ്റിയെ തകർക്കാനുള്ള ശ്രമം കൂടിയുണ്ട്. രണ്ട്, അവരെ മുറിവേൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് തന്നെയാണ്. ഒരാളെ അടിക്കുകയല്ല ചെയ്യുന്നത്, ഒന്നിലധികം നമ്മൾ അടിക്കുകയും മോപ്സ്റ്റിക്ക് വെച്ച് അടിക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ മുറിവേൽപ്പിക്കുക എന്ന ലക്ഷ്യമാണ്. പോലീസ് അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയാണെങ്കിൽ അയാൾക്കെതിരെ ജാമ്യമില്ലാ കുറ്റം തന്നെ ചുമത്താം. പക്ഷേ നമ്മളിപ്പോൾ കാണുന്ന FIR-ൽ അതൊന്നും കാണുന്നില്ല. എന്ന് മാത്രമല്ല, FIR-ൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് ചിരി വന്നു പോയത്, 2 തവണ അവരുടെ മുഖത്തടിച്ച് അവരുടെ മാനഹാനി വരുത്താൻ ശ്രമിച്ചു എന്നാണ്. ഈ മാനഹാനി എന്ന് പറയുന്ന സാധനം പോലീസിൻ്റെ പവ്യൂവിൽ വരുന്ന സാധനമല്ല. മാനഹാനി എന്നൊക്കെ പറയുന്നത് കോടതി തീരുമാനിക്കുന്നത്. ഒരാൾക്ക് ഡിഫമേഷൻ ഉണ്ടായി, നാണക്കേടുണ്ടായി എന്നുള്ളത് കോടതിയിൽ പോകുന്ന കേസാണ്. ഇത് BNS പ്രകാരം, IPCക്ക് പകരമുള്ള BNS പ്രകാരം ഈ ചെയ്ത ആൾക്കെതിരെ എടുക്കേണ്ട ചില കേസുകളുണ്ട്. അത് ഒരു സ്ത്രീയെ അറ്റാക്ക് ചെയ്തു എന്നുള്ളത്, ഫിസിക്കലി അറ്റാക്ക് ചെയ്തു എന്നുള്ളത്, ചീത്ത വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ളത്, അവരെ പരിക്കേൽപ്പിച്ചു, ആശുപത്രിയിൽ ചികിത്സ തേടാൻ പാകത്തിനുള്ള മുറിവേൽപ്പിച്ചു, അതെല്ലാം ജാമ്യം കിട്ടാ വകുപ്പുകൾ ചാർത്താവുന്ന കുറ്റങ്ങളാണ്.
ഇതൊന്നും ചാർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല മുഖത്ത് 2 തവണ അടിച്ച് മാനഹാനി വരുത്തിയെന്നാണ് പോലീസിൻ്റെ എഫ്ഐആറിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അടിയേറ്റയാൾ ഒരു യുവതി അഭിഭാഷകയാണ്. അവർ തന്നെ പറയുന്നത് ഞാൻ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ ഇട്ടിട്ടുള്ളതെന്നാണ്. പക്ഷേ പോലീസ് ചെയ്യേണ്ട കാര്യം പോലീസ് അവിടെ ചെയ്തിട്ടില്ല എന്നാണ്. അത് അടി കൊണ്ടയാൾ ഇനി നാളെ അടിച്ചയാളോട് ക്ഷമിക്കുമോ അല്ലെങ്കിൽ പരാതി പിൻവലിക്കുമോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഇതൊരു ഇന്ത്യൻ പൗര എന്ന നിലയിൽ ആ സ്ത്രീക്ക് ലഭിക്കേണ്ട അടിസ്ഥാനപരമായ നീതിയുണ്ട്. ആ നീതി കൊടുക്കാൻ പോലീസ് തയ്യാറായില്ല. അത് എഫ്ഐആറിൽ ഇടുന്നതിലൂടെ തന്നെ ആ കേസ് അട്ടിമറിക്കപ്പെട്ടു. രണ്ടാമത്തെ കാര്യം, ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാൻ പോകുമ്പോൾ ഇവരുടെ അസോസിയേഷൻ്റെ സെക്രട്ടറി തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് തിരികെ വരുന്നു. അത് ഇയാളിപ്പോൾ ഒളിവിലാണ്. ഇന്നാകെ ഒരു പ്രതീക്ഷാനിർഭരമായൊരു കാര്യം, നിയമമന്ത്രി പി രാജീവ് ഈരെ പോയി സന്ദർശിക്കുകയും വിക്ടിമിനെ സന്ദർശിക്കുകയും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും, അയാൾ അറസ്റ്റ് ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. അതായത് സർക്കാർ ഈ അഭിഭാഷകനൊപ്പമില്ല, ഈ അടി കൊണ്ട ആളുടെ ഒപ്പമാണ് എന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിലെനിക്ക് തോന്നിയിട്ടുള്ള വളരെ ഗ്ലെയറിംഗ് ആയിട്ടുള്ളൊരു കാര്യം, സ്വന്തം തൊഴിലിടത്ത് വച്ച് തൊഴിലുടമ എന്ന് വേണ്ടി പറയാം ഇയാളൊരു സീനിയർ അഭിഭാഷകനാണ്. അവരുടെ വ്യാഖ്യാന പ്രകാരം തൊഴിലുടമയുടെ കായികമായ മർദ്ദനമേൽക്കുമ്പോഴും നാളെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഭയം, അതായത് ഇയാൾക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോയാൽ ഇയാൾ ജയിലിൽ വിട്ട് കഴിഞ്ഞാൽ നാളെ എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുമോ എന്ന ഭയം ആ യുവതിയുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതൊരു തെറ്റായ സന്ദേശം കൊടുക്കുന്ന ഒന്നാണ്. കാരണം നമ്മളൊരു അനീതി നേരിട്ടു, നമ്മൾ ആ അനീതിക്കെതിരെ പ്രതികരിച്ചു, നമ്മൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോയി എന്നുള്ളതുകൊണ്ട് നാളെ ആ അനീതിക്ക് കാരണക്കാരനായ ആൾ അല്ലെങ്കിൽ അയാളുടെ ഒപ്പമുള്ള ആളുകൾ അല്ലെങ്കിൽ അവരുടെ സംഘടന തന്നെ ജീവിക്കാൻ അനുവദിക്കില്ല, അതുകൊണ്ട് ഞാൻ ഒതുങ്ങി മാറിക്കളയാം എന്ന് ഒരാൾ അങ്ങനെ കരുതുന്നത് പ്രശ്നമാണ്. അതൊരു അഭിഭാഷക കരുതുന്നത് അതിലും വലിയ പ്രശ്നമാണ്. കാരണം അഭിഭാഷക മറ്റുള്ളവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ബാധ്യസ്ഥരായ കുറേയധികം എത്തിക്സ് പാലിക്കേണ്ട ഒരു വിഭാഗമാണ്. അഭിഭാഷകനാവുക, അഭിഭാഷകനെ എൻറോൾ ചെയ്യുക, സനതെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ താൻ കുറേ എത്തിക്സുകൾ ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥനാണെന്ന് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് അതിലേക്ക് വരുന്നത്. അത് തനിക്കെതിരായ കേസിൽ തന്നെ അങ്ങനെ വേണ്ട, വ്യക്തിപരമായ എനിക്ക് അയാളോടുള്ള അടുപ്പം കൊണ്ടോ അല്ലെങ്കിൽ നാളെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഭീതി കൊണ്ടോ അത് പേഴ്സ്യൂ ചെയ്യേണ്ട അല്ലെങ്കിൽ ആ തുടർ നടപടികളുമായി മുന്നോട്ട് പോകേണ്ട എന്ന് ഒരാൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. കുറേയധികം തെറ്റായ മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുന്ന ഒന്നാണെന്നാണ് എനിക്ക് തോന്നിയത്. അതിനപ്പുറം ഇയാളുടെ സംഘടനയോ അല്ലെങ്കിൽ അവരുടെ സംഘടിത ശക്തിയോ ഒക്കെ ഭയക്കാതെ ഞങ്ങൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് മന്ത്രി പറഞ്ഞത് ശുഭോദർക്കമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ സംഭവം നടക്കുന്നത് വഞ്ചിയൂർ കോടതി പരിസരത്താണ്. വഞ്ചിയൂർ കോടതി മാത്രമല്ല, കേരള ഹൈക്കോടതിയിലും സമാനമായ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് ആക്സസ് കൊടുക്കരുത് കോടതികളിൽ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റും സംഘർഷവും മാധ്യമപ്രവർത്തകരെ കൈയേറ്റം ചെയ്യുന്ന സംഭവങ്ങളൊക്കെ സമീപകാലത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ പൊതുവെ ഒരു കഴിഞ്ഞ 5-10 വർഷമായിട്ടും സമൂഹത്തിനിടയിൽ മാധ്യമപ്രവർത്തകരുണ്ടായിട്ടുള്ളൊരു വിപ്രതിയുക്തി കൊണ്ട് ഇവന്മാർക്ക് 2 അഭിഭാഷകർ കൊടുത്താലും കുഴപ്പമില്ല എന്നാണ് ചില ആളുകൾ, മുഴുവൻ ആളുകളല്ല, ചില ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അഭിഭാഷകർക്ക് അവരുടെ ജോലി ചെയ്യാനുള്ള പ്രിവിലേജ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു പൗരൻ എന്ന നിലയിൽ രാജ്യത്തെ നിയമവാഴ്ച പാലിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. പക്ഷെ അത് മറികടന്നുകൊണ്ട് അവരുടെ സംഘടിത ശക്തി ഉപയോഗിച്ചിട്ട് മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുക, സ്വന്തം കീഴ്ജവനക്കാരെ തല്ലുക, ആ തല്ലുന്ന ആളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലീസിനെ തടയുക എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും കയോസ് ഉണ്ടാക്കുന്ന ഒന്നാണ്. രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് നിയമവാഴ്ചയെ കുറഞ്ഞ പക്ഷം ഒരു പൗരൻ നിയമവാഴ്ചയും ബഹുമാനിക്കുന്ന പോലെ ബഹുമാനിക്കാനെങ്കിലും അഭിഭാഷകർ തയ്യാറാവുക തന്നെ വേണം. നിഷാദ്, ഞാൻ ഇന്നലത്തെ ഈ സംഭവത്തിന് ശേഷം കുറച്ച് അഡ്വക്കേറ്റ്സ് ആയിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളോട് സംസാരിക്കും. ഈ പാട്രിയാർക്കിയുടെ ഏറ്റവും മോശമായിട്ടില്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഈ ജൂനിയേഴ്സിനുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ജൂനിയേഴ്സിൻ്റെ അടുത്ത് പെരുമാറുന്നത് ഇപ്പം എല്ലാ മേഖലയിലും അതുണ്ടാവും, പക്ഷേ വക്കീലന്മാരുടെ ഇടയിലാണ് അവരെ ഭയങ്കര മോശമായിട്ടാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു രീതി. അപ്പോൾ നമ്മൾ അജിംസ് പറഞ്ഞ പോലെ നീതി വാങ്ങിത്തരേണ്ട ആളുകൾക്കിടയിലാണ് ഈ അന്യായം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ട എന്താണ്, ഇത് ഇതിനകത്തുള്ള ഒരു കാര്യമാണ്. സീനിയേഴ്സായ ആളുകൾ നമ്മളെ അധിക്ഷേപിക്കും, നമ്മളെ തല്ലും, നമ്മളെ പീഡിപ്പിക്കും, അതിൻ്റെ ഭാഗമാണെന്ന് വിചാരിച്ച് അതിനോട് യൂസ്ഡ് ആയി പോയിട്ടുള്ള ഒരു തലമുറയുടെ പ്രതിനിധാനമാണെന്ന് തോന്നുന്നു നേരത്തെ ഇപ്പോൾ അവരും നിർവഹിക്കുന്നത്. കാരണം അതുകൊണ്ട് സാർ എന്നെ മുമ്പും തല്ലിയിട്ടുണ്ട്, കാരിങ് ആയിരിക്കുമ്പോൾ സാറിന് പെട്ടെന്ന് ദേഷ്യം വരും, സാറ് ഷോർട്ട് ടെമ്പേർഡാണ് എന്നൊക്കെ ലഘുവാചകങ്ങളിൽ പറയുകയാണ് അവർ. അങ്ങനെ പറയാൻ അവരെ പ്രാപ്തമാക്കുന്ന ഒരു എക്കോസിസ്റ്റത്തിനകത്താണ് അവർ ജീവിക്കുന്നത്. ഇപ്പോഴും നോക്കൂ, ഇപ്പം നമ്മൾ പോലീസ് ഗുരുതര വകുപ്പുകളിട്ട് കേസെടുത്തില്ല എന്ന് പറയുമ്പോൾ ഞാൻ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ പോലീസ് ചോദിക്കുമല്ലോ. ഇപ്പോൾ നമ്മോട് ചോദിച്ചിട്ടാണ് പോലീസ് എഴുതുമ്പോൾ പരമാവധി ദുർബലപ്പെടുത്തിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സാറിനെ ജയിലിൽ അടയ്ക്കണമെന്നും എനിക്ക് ആഗ്രഹമില്ല, സാറിനി കോടതിയിൽ വരാതിരുന്നാൽ മതി. അപ്പോൾ ആവർത്തിച്ച് മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴാണ് അങ്ങനെ ഒരു പൊസിഷനിലേക്ക് പോലും അവർ പോകുന്നത് എന്ന് മാത്രവുമല്ല, പോലീസിൻ്റെ ഇതുവരെയുള്ള നടപടികളിൽ എനിക്ക് പൂർണ്ണ തൃപ്തിയാണ്.
എനിക്ക് സത്യത്തിൽ സഹതാപമാണ് അവരോട് തോന്നുന്നത്. എനിക്ക് അവരോട് വിയോജിപ്പൊന്നുമില്ല. അങ്ങനെ അവരെ പറയാൻ പ്രേരിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ വഞ്ചൂരിലെ കോടതി പരിസരത്തകത്തുണ്ട്. അപ്പോൾ അവർ മുഖത്ത് അടിയേറ്റ് ഒരുപക്ഷെ ഏറ്റവും എന്താ പറയുന്നത് അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ഒരു ദൃശ്യമായിട്ട് അവരവിടെ ഇരിക്കുമ്പോൾ ഇതിനകത്ത് കയറിയൊന്നും ഒരുത്തിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അസോസിയേഷൻ സെക്രട്ടറി ഏതൊരു വള്ളക്കടവ് സാർ, അദ്ദേഹത്തിൻ്റെ പേരവർ പറയുന്നുണ്ട്, അദ്ദേഹമാണ്. അങ്ങനെ നമുക്ക് അറിയാവുന്ന ആളാണെങ്കിൽ നേരത്തെ മാധ്യമപ്രവർത്തകരെ തല്ലാനും മുന്നിലുണ്ടായിരുന്ന പ്രധാനികളുള്ള പരിചയമുള്ള പേരാണ്. അപ്പോൾ അദ്ദേഹം നോക്കൂ, സഹപ്രവർത്തകരിൽ ഒരാളായ വനിതയെ കൂട്ടത്തിലുള്ള ആളെ അടിച്ചിട്ട് അവരുടെ മുഖം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വികൃതമായിരിക്കുന്ന സമയത്ത് ഓർക്കണം ഇതിനകത്ത് കയറിയൊന്നും ആരെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന തീരുമാനം പ്രഖ്യാപിച്ച അസോസിയേഷൻ ഈ മാധ്യമങ്ങൾ വന്നതുകൊണ്ട് മാത്രം ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നാളെ എൻ്റെ കൂടെ നിൽക്കില്ല എന്നുള്ള ഉറച്ച ബോധ്യം അവർക്കുണ്ട്, ഭയപ്പാടും അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ വിഡ്രോ ചെയ്യുന്ന മൂഡിൽ പെരുമാറുന്നത്. നമ്മൾ കാണേണ്ട കാര്യമാണ്. ഇവരുടെ സംഘടിത ശക്തി വളരെ പ്രധാനപ്പെട്ടതാണ്, എടുത്തു കാണേണ്ട കാര്യമാണ്. ഇത് ഈ ഭരണകൂടം എല്ലാം ഇവർക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കും എന്നൊക്കെ പറയുന്നു. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല. അവരുടേത് വലിയ പവർഫുള്ളായിട്ടുള്ള ഒരു സംഘാടനമാണ്. അതിനെ അതിലംഘിച്ചുകൊണ്ട് പോകാൻ കഴിയും. മാധ്യമപ്രവർത്തകരെ തല്ലിയല്ലോ, മാധ്യമപ്രവർത്തകർ തല്ലിയപ്പോൾ എന്താണ് കാര്യം? മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെ കോടതിയിൽ ആക്സസ് ഒന്നും വേണ്ടെന്നാണ്. മാധ്യമപ്രവർത്തകർ എന്ന് വെച്ചാൽ ഏതെങ്കിലും ചാനലിലെ ആൾക്കാരെന്നുള്ളതല്ലല്ലോ, മറിച്ച് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു സിസ്റ്റമാണ് മാധ്യമപ്രവർത്തകർ. അത് ഇന്നൊരു ചാനലിൻ്റെ ആവാം, നാളെ ഒരു പത്രത്തിൻ്റെ ആവാം, നാളെ സ്വതന്ത്ര മാധ്യമപ്രവർത്തനാവാം, ആരുമാകാം. അങ്ങനെയുള്ളവർക്കൊന്നും കയറി വരണ്ട. കാരണം ഞങ്ങളുടെ ഒരു പ്രിവിലേജ് ഉണ്ട്, ഞങ്ങൾ പുറത്ത് പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞാൽ മതി, ഞങ്ങൾ വ്യാഖ്യാനിക്കുന്നതൊക്കെ അറിഞ്ഞാൽ മതി. കോടതിയെക്കുറിച്ച് എല്ലാവരും കയറി വന്ന് കോടതി നടപടികളെല്ലാം മനസ്സിലാക്കുക, ആ ഏർപ്പാട് വേണ്ട എന്ന് ഇവരുടെ ഒരുതരം പ്രാമാണിക ബോധ്യം കൊണ്ട് ഇവർ തീരുമാനിക്കുകയാണ്. അതിൻ്റെ പേരിലാണ് സംഘർഷം ഉണ്ടായത്. ഞാൻ പറയുന്നത് അന്ന് സംഘർഷം ഉണ്ടായപ്പോൾ ആദരണീയനായ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ വാചകം ഓർക്കണം, അടി കൊള്ളാനും എന്താണ് അടി പിന്നെന്താണ് സംഘർഷം ഉണ്ടാക്കാനും ആരും അവിടെ പോവേണ്ട എന്നാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ പോയി അടി വാങ്ങിക്കുന്ന പ്രവർത്തനം നടത്തുന്നത് യെസ് അന്ന് പറഞ്ഞ് ഓർക്കണം, അടി കൊള്ളാനും ആരും പോകണ്ട, അടി കൊള്ളിക്കാനും ആരും പോകണമെന്ന് അദ്ദേഹത്തിൻ്റെ മറുപടി. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവരുടെ സംഘടനാ ശക്തി എന്തുമാത്രം വലുതാണ്. അതിൽ ഈ പറയുന്ന സർക്കാർ അടക്കമുള്ള സംവിധാനങ്ങൾക്ക് അവരെ എന്തുമാത്രം ഭയപ്പാടുണ്ട് എന്ന് അല്ലെ പോലീസ് തൂക്കേണ്ട സമയം കഴിഞ്ഞില്ലേ. അപ്പോൾ അയാൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആളാണ്, അയാളെ ഒന്നും വേഗത്തിൽ പിടിക്കാൻ പോലീസിന് പറ്റില്ല. അസോസിയേഷൻ സെക്രട്ടറി ഇവിടെ കയറണ്ടെന്ന് പറഞ്ഞ് പോലീസിന് തിരിച്ചു പോകുന്നു. അങ്ങനെ എല്ലായിടത്തും പറ്റുമോ? അങ്ങനെ പറ്റുമോ? ഇവിടെ ആരെയെല്ലാം തൂക്കിയെടുത്ത് അകത്തിട്ടേക്കുന്നു ഈ സർക്കാർ. വലിയ മികവ് പറയുന്നു, ദിലീപിനെ പിടിച്ച സർക്കാരാണിത്, ഞങ്ങൾ വിൻസെൻറ്റിനെ പിടിച്ച് അകത്തിട്ട സർക്കാരാണിത്, അങ്ങനെ പിടിച്ച ആളുകളുടെ കണക്കും ഇതൊക്കെ പറയുന്നുണ്ട്, വേടനെ പിടിച്ച സർക്കാരാണിത്. ആ സർക്കാരിന് എന്താ അവിടെ പോയിട്ട് ഒരു പെൺകുട്ടിയുടെ മുഖത്തടിച്ച് ഇത്രയും വിസിബിളായ ഒരു കേസിൽ പിടിക്കാൻ പറ്റുന്നതാണ്? അവർ വലിയ ടീമാണ് സാർ അവർ എന്നാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ അതിനെ ആ സ്ത്രീ ഭയപ്പെടുന്നുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ള കാര്യം അതിൽ ഭയപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഭയപ്പെട്ടാൽ ഈ നോക്കൂ, ഈ എല്ലാ തരത്തിലുള്ള ആശ്രയവും നഷ്ടപ്പെട്ട മനുഷ്യർ അവസാനം കോടതിയെ സമീപിക്കുമ്പോൾ അവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഇന്നിപ്പോൾ നമ്മൾ താമരശ്ശേരിയിൽ നിന്ന് പോലും കണ്ടു ഭർത്താവിൻ്റെ ക്രൂരമായ മർദ്ദനമേറ്റ ഒരു സ്ത്രീ, അവർക്ക് ഓടിച്ചെല്ലേണ്ട എവിടേക്കാണ്? പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ കോടതിയിലേക്കാണ്. അത്തരത്തിൽ വരുന്ന സ്ത്രീകളെ കൈപിടിച്ചുയർത്തുകയും നിയമപരമായ അവർക്ക് ബോധ്യം ഉണ്ടാക്കി കൊടുക്കുകയും അവരെ കോടതികളിൽ ഫൈറ്റ് ചെയ്യാനുള്ള ഊർജ്ജം കൊടുക്കുകയും ചെയ്യേണ്ട സവിശേഷ ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ് ശ്യാമലിയെപ്പോലുള്ള ആൾക്കാർ. അവർ ഭയപ്പെടാൻ പാടില്ല. അവർ ഈ സിസ്റ്റത്തിനാണ് ഭയപ്പെടുന്നത്. മഞ്ചൂർ മാത്രമേ കോടതിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ ഒച്ചത്തിൽ അവർക്ക് നേരിട്ട് അവർക്ക് നേരെ നടത്തിയിട്ടുള്ള ഇതൊരു ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. അതിന് പോലീസ് നടപടി ഉണ്ടാവുകയും ജയിലെങ്കിൽ ജയിൽ ഉണ്ടാവേണ്ട കുറ്റമാണത്. ഈ മാന്യൻ വലിയ നിയമപരമായ പ്രബോധനമൊക്കെ യൂട്യൂബിൽ നടത്തുന്ന ആളാണ്. പിണറായി വിജയൻ സർക്കാരിനെയൊക്കെ നിശിതമായി വിമർശിക്കലാണ് പരിപാടി. പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ അകമ്പടി വാഹനങ്ങളും ചെയ്യുന്ന കുറ്റങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ട് ഭയങ്കരമായ സിദ്ധാന്തം രചിക്കുന്ന ആളാണ്. സർക്കാരിന് മടിയേറ്റ യുവതിയുടെ മനോഭാവമാണ്. ഞാൻ പറഞ്ഞ പി രാജീവ് പറയുന്നാൽ പോരാ, അതിനകത്ത് ഒരു നടപടി ഉണ്ടാവണം, അയാളെ പിടിക്കാൻ പറ്റണം. ഈ അസോസിയേഷൻ സെക്രട്ടറിയുടെ മുന്നിൽ പോയി ഒച്ചാനിച്ചതും തിരിച്ചു പോകുന്നത് എന്തിനാണെന്ന് പോലീസിനോട് ചോദിക്കാൻ സർക്കാരിന് പറ്റണമല്ലോ. വാചകങ്ങൾ മാത്രം പോരാ, വാചകങ്ങൾ ഒരുപാട് സർക്കാരിലുണ്ട്, ഇപ്പോഴും ഉണ്ട്, നാളെയും ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു പ്രശ്നമാണ്. ഈ സംഘടനാ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ എന്ത് ക്രൈമും ചെയ്യും, ഞങ്ങളെ ആർക്കും തൊടാൻ പറ്റില്ല എന്ന് പറയുന്ന സമീപനം എടുക്കുന്നവർക്ക് ശരിയായ സന്ദേശം കൊടുക്കാൻ സർക്കാരിനും സമൂഹത്തിനും കഴിയണം. ആ സഹോദരിയോട് പറയാനുള്ളത്, ഭയപ്പെടാൻ പാടില്ല. ഭയപ്പെട്ടാൽ നാളെയും ഇവരെന്ത് ചെയ്യും? ഈ നിലയ്ക്ക് ഒരുപാട് ജൂനിയേഴ്സിനെ തല്ലും. ഇതൊക്കെ ഞങ്ങളുടെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ്, പണി പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ തല്ല് കൊള്ളണം എന്ന് വിചാരിക്കുക. പിന്നെ ഈ പറയുന്ന മനുഷ്യൻ വല്ലാത്തൊരു സൈക്കോയാണ്. സാറിന് ദേഷ്യമാണെന്ന് പറയില്ലേ, ആ ദേഷ്യം ഒരുതരം സൈക്കോസിൻ്റെ അവസ്ഥയാണ്. ദേഷ്യമെന്ന് അപ്പത്തല്ല, ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ സാർ തന്നെ ഒന്ന് മാപ്പ് പറയും. സാറിന് മാപ്പപേക്ഷയായിട്ട് തിരിച്ച് അല്ലാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വേറൊരു ചേട്ടനെ 3 തവണ പിണങ്ങിപ്പോയതാണ്, സാറ് മാപ്പ് പറഞ്ഞ് അയാളെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഇതൊരു പ്രത്യേക മാനസികാവസ്ഥയുള്ള മനുഷ്യനാണ്. അതായത് നമ്മൾക്കൊരു സിസ്റ്റത്തിനകത്ത് പ്രോപ്പറായി ഇടപെടാനും ഒരു സിസ്റ്റത്തിന് ഉൾക്കൊള്ളാനും കഴിയാത്ത വിധം പ്രത്യേകതരം മാനസികാവസ്ഥയുള്ള ആൾക്കാർ, അവർക്ക് വേണ്ടത് ട്രീറ്റ്മെൻറ്റ് കൂടിയാണെന്ന് ഞാൻ പറയും. ഇങ്ങനെ കൂടെയുള്ളവരെ തല്ലുക, മാപ്പ് പറയുക, പിന്നെയും ഒരു സൈക്കോ ഷമ്മി സ്വഭാവമുള്ള ആൾക്കാരെ ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കി കൂടി ചെയ്യണം. അവർ അത്തരം എന്തെങ്കിലും മാനസിക പ്രശ്നത്തിൻ്റെ ഇരകളാണെങ്കിൽ അതും കാണേണ്ട കാര്യമാണ്. അപ്പോൾ ആരെയൊക്കെ ഉൾക്കൊള്ളണം, ആരെയൊക്കെ ഒഴിവാക്കണം എന്ന കാര്യത്തിൽ കുറച്ചുകൂടി ആധുനികമായ മനോഭാവം കൊണ്ടു നടക്കാൻ ബാർ അസോസിയേഷനും ബാർ കൗൺസിലിനും ഒക്കെ പറ്റട്ടെ എന്നാണ്.
അതാണ് ക്രിമിനലുകളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അസോസിയേഷനും കൗൺസിലും ഒക്കെ അതിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടിയാണ് സമൂഹം ആവശ്യപ്പെടുന്നത്.